നമസ്കാരം. റഷ്യ ഉക്രൈൻ യുദ്ധത്തെ അത്ര നിസ്സാരവൽക്കരിക്കേണ്ട. യുദ്ധം വീണ്ടും മുറുകുമ്പോൾ അവരുടെ അയൽ രാജ്യങ്ങൾ നിലവിളി കൂട്ടുകയാണ്. അമേരിക്ക എന്ന കൊടും ചതിയന്മാരുടെ ചതിക്കുഴിയിൽപ്പെട്ട് ഉക്രൈൻ മണ്ടത്തരം കാട്ടുമ്പോൾ അത് വിനയാകുന്നത് അവർക്ക് ചുറ്റുമുള്ള മറ്റ് ദുർബലരായ രാജ്യങ്ങളെയാണ്. റഷ്യ എന്ന അതിശക്തന്മാരുടെ രോമത്തിൽ പോലും തൊടാനാവില്ലെന്നിരുന്നിട്ടും ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ഉക്രൈന്റെ ഈ ചെയ്തി നിലവിൽ ക്ഷണിച്ചു വരുത്തുന്നത് ഒട്ടേറെ അമളികളാണ്. എന്തൊക്കെയാണെന്ന് അതിനൊപ്പം ഇതാ പുതിന്റെ വളരെയേറെ നിർണായകമായ തീരുമാനം കൂടി ആയതോടെ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് നമുക്ക് പരിശോധിക്കാം. റഷ്യയുടെ ഒരു നിർണായകമായ തീരുമാനം വീണ്ടും ലോകത്തെ ഞെട്ടിക്കുകയാണ്. യുക്രൈൻ അധിനിവേശം ശക്തമായി തുടരവേ പ്രതിരോധത്തിനുള്ള ബജറ്റ് തുക വർദ്ധിപ്പിച്ച് റഷ്യ. യുക്രൈനെ പിന്തുണയ്ക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ നിലപാട് കടുപ്പിക്കുന്നതിനിടയിലാണ് ബജറ്റിൽ 25% വർധനവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. റഷ്യയുടെ കാലത്തെയും വലിയ സൈനിക ബജറ്റാണിത്. പാർലമെന്റിന്റെ വെബ്സൈറ്റിൽ തിങ്കളാഴ്ച പ്രസിദ്ധീകരിച്ച കരട് ബജറ്റ് രേഖകൾ പ്രകാരം 109 ബില്യൺ യൂറോയായിട്ടാണ് റഷ്യ പ്രതിരോധ ചെലവ് വർദ്ധിപ്പിച്ചത്. റഷ്യയിൽ പണപ്പെരുപ്പം വർദ്ധിപ്പിക്കുമ്പോഴും സൈനിക ബജറ്റിലുള്ള വർധനവ് ഒരു യുദ്ധകാലാടിസ്ഥാനത്തിലേക്ക് കാര്യങ്ങൾ മാറിയതിന്റെ സൂചനയാണെന്നാണ് റഷ്യൻ സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹ്യ നയങ്ങൾ, ദേശീയ സാമ്പത്തികാവസ്ഥ എന്നിവയുടെ ആകെ ബജറ്റിനേക്കാൾ അധികമാണ് നിലവിലെ സൈനിക സുരക്ഷാ ചെലവുകൾ. അടുത്ത സഖ്യകക്ഷികളിൽ നിന്നുള്ള പിന്തുണ യുക്രൈൻ അനിശ്ചിതത്വം നേരിടുന്ന സാഹചര്യത്തിൽ കൂടിയാണ് റഷ്യയുടെ ഈ നീക്കം. സൈനിക ബജറ്റിലേക്കുള്ള വൻതോതിലുള്ള റഷ്യൻ നിക്ഷേപം യൂറോപ്പിലൊട്ടാകെ ആശങ്ക പടർത്തിയിട്ടുമുണ്ട്. സാമ്പത്തിക ഉപരോധങ്ങൾക്കിടയിലും സൈനിക ബജറ്റിനായി വലിയ തുക വകയിരുത്തുന്നത് റഷ്യയുടെ ദീർഘകാലായുധത്തിനുള്ള തയ്യാറെടുപ്പായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. കുസ്ക് ആക്രമണത്തിലൂടെ റഷ്യയെ പിടിച്ചുകെട്ടാൻ യുക്രൈൻ ശ്രമിച്ചെങ്കിലും കിഴക്കൻ യുക്രൈനിലെ പോക്രോവ്സ്കിൽ വലിയ നേട്ടമാണ് പുതിന്റെ സൈന്യം നേടിയത്. അതിന്റെ ആത്മവിശ്വാസവും റഷ്യയ്ക്കുണ്ട്. റഷ്യൻ അതിർത്തിക്കുള്ളിൽ പാശ്ചാത്യ ശക്തികൾ നൽകിയ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ യുക്രൈൻ അനുമതി തേടുന്നുണ്ടെങ്കിലും പുതിന്റെ ആണവായുധ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ പ്രതികൂലമാകാനാണ് സാധ്യത. റഷ്യയുടെ ദീർഘകാല സാമ്പത്തിക വീക്ഷണം അധിനിവേശത്തിന് മുമ്പുള്ളതിനേക്കാൾ വളരെ ഇരുണ്ടതാണെന്നാണ് വിശകലന വിദഗ്ധർ വിശ്വസിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധം മറികടക്കാൻ ചൈനയിലേക്കും മറ്റ് വിപണികളിലേക്കുമുള്ള റഷ്യ ചുവടുമാറ്റത്തിലൂടെ പാശ്ചാത്യ വിപണികൾക്ക് പകരമാകാൻ സാധിക്കില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം തന്നെ യുദ്ധം ഇരു രാജ്യങ്ങളെയും അവിടുത്തെ ജനങ്ങളെയും മാത്രമല്ല, റഷ്യയെയും ഉക്രൈനെയും ചുറ്റിപ്പറ്റിയിരിക്കുന്ന രാജ്യങ്ങളെയും വ്യാപാര ബന്ധം സൂക്ഷിക്കുന്ന സഖ്യകക്ഷികളെയും ബാധിക്കുന്നത് വലിയ തോതിലാണ്. അന്താരാഷ്ട്ര വ്യാപാരത്തിൽ പ്രത്യേകിച്ചും കയറ്റുമതി പ്രവർത്തനങ്ങളെ യുദ്ധം തടസ്സപ്പെടുത്തി. കിഴക്കൻ യൂറോപ്പിൽ നിന്നുള്ള കയറ്റുമതി പാതയെയാണ് കൂടുതലായും തടസ്സപ്പെടുത്തിയത്. യുക്രൈനെ എടുത്തു നോക്കുകയാണെങ്കിൽ കാർഷികോൽപ്പന്നങ്ങളുടെ പ്രത്യേകിച്ച് ഗോതമ്പ്, ചോളം തുടങ്ങിയ ധാന്യങ്ങളുടെ നിർണായക കയറ്റുമതിക്കാരാണ് അവർ. റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് മുമ്പ് ആഗോള ഗോതമ്പ് കയറ്റുമതിയുടെ ഏകദേശം 10% യുക്രൈനിൽ നിന്നുമായിരുന്നു. ഉക്രൈനിയൻ കയറ്റുമതിക്കുള്ള നിർണായക സമുദ്ര ഇടനാഴിയായി കരിങ്കടലും സംഘർഷത്തിന്റെ മേഖലയായി മാറിയിരിക്കുകയാണ്. കപ്പൽ പാതകളിലേക്കുള്ള പ്രവേശനം പരിമിതപ്പെടുത്തുകയും വ്യാപാരികൾക്ക് അനിശ്ചിതത്വം സൃഷ്ടിക്കുകയും ചെയ്തതോടെ അവിടെയും സ്ഥിതി മോശമായി. ഉക്രൈനിയൻ തുറമുഖങ്ങളുടെ റഷ്യൻ ഉപരോധം ദശലക്ഷക്കണക്കിന് ടൺ ധാന്യം കുടുങ്ങിക്കിടക്കുന്നതിന് കാരണമായി. ഇത് ആഗോള ഭക്ഷ്യവിതരണ ക്ഷാമത്തിനും ഇടയാക്കി. ആഗോളതലത്തിൽ ധാന്യ കയറ്റുമതിയുടെ 15% ഉക്രൈനിൽ നിന്നാണ്. നിലവിൽ ഉക്രൈനിൽ വർദ്ധിച്ചു വരുന്ന വ്യാപാര പ്രതിസന്ധി പ്രതിദിനം കൂടുതൽ ദുരിതത്തിലേക്ക് പോവുകയുമാണ്. വ്യാപാര ബന്ധമുള്ള പല രാജ്യങ്ങളും പുതിയ സഖ്യം സൃഷ്ടിക്കാനുള്ള ആലോചനയുമാണ്. സാമ്പത്തിക ബന്ധമുള്ള രാഷ്ട്രങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയാൽ അത് നിലവിലെ അവസ്ഥയിൽ യുക്രൈൻ ഏൽക്കുന്ന മറ്റൊരു തിരിച്ചടിയായിരിക്കും. അതേസമയം റഷ്യയിൽ നിന്ന് വന്ന എണ്ണ കയറ്റുമതിയിലെ പ്രതിസന്ധി ബാധിച്ചത് ആഗോള വാണിജ്യ വിപണിയെ തന്നെയാണ് എന്നത് നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഊർജ്ജ പ്രതിസന്ധി എണ്ണയുടെയും വാതകത്തിന്റെയും വില കുതിച്ചുയരുന്നതിലേക്ക് നയിച്ചു. റഷ്യ എണ്ണ കയറ്റുമതി കുറച്ചപ്പോൾ തക്ക സമയത്ത് രംഗത്തെത്തി തങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ച അമേരിക്കയും ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾക്കൊന്നും തന്നെ ആ വിടവ് നികത്താൻ സാധിച്ചിട്ടില്ല. എണ്ണ ഉൽപ്പാദനത്തിനുള്ള റഷ്യയുടെ പ്രാധാന്യമാണ് ഇതിവിടെ കാണിക്കുന്നത്. അതിനാൽ ഇത് പല രാജ്യങ്ങളെയും പ്രതിസന്ധിയിലാക്കി. പല വികസ്വര രാജ്യങ്ങൾക്കും വർദ്ധിച്ച ചെലവുകൾ ഇതുമൂലം നേരിടേണ്ടി വന്നു. ഈ അവസ്ഥ പണപ്പെരുപ്പത്തിലേക്കും സാമ്പത്തിക വളർച്ച മന്ദഗതിയിലാക്കുന്നതിലേക്കും നയിക്കും. ഇതോടെ റഷ്യയുമായി കയറ്റുമതിയും ഇറക്കുമതിയും ചെയ്യുന്ന രാഷ്ട്രങ്ങൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കടക്കും. ഇത് വലിയൊരു സാമ്പത്തിക തളർച്ചയ്ക്ക് തന്നെ കാരണവുമാവും. എന്തായാലും ഈ സാഹചര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി പല രാജ്യങ്ങളും അവരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുകയാണ്. സ്കാൻഡിനേവിയൻ രാജ്യമായ നോർവേയും മുൻകരുതൽ സ്വീകരിക്കുകയാണ്. റഷ്യയുമായി അതിർത്തി പങ്കിടുന്ന 123 മൈൽ ദൂരം വേലി നിർമ്മിക്കാനാണ് നോർവേ തയ്യാറെടുക്കുന്നത്. നേരത്തെ ഫിൻലൻഡും സമാനമായ തീരുമാനം എടുത്തതിന്റെ
പാത പിന്തുടർന്നാണ് നോർവേയും ഇപ്പോൾ ഈ തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നത്. നോർവേയിലെ പ്രമുഖ മാധ്യമമായ NRK ആണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത്. നിയമവകുപ്പ് മന്ത്രി എമിലി എൻഗർ മെഹലയാണ് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത്. ഇത്തരത്തിൽ ഒരു വേലി നിർമ്മിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയ മന്ത്രി ഇതിൽ സെൻസറുകളും മറ്റ് സാങ്കേതിക സംവിധാനങ്ങളും ഘടിപ്പിക്കുന്നത് കൊണ്ട് അതിർത്തിയിലേക്ക് ആര് കടന്നു വന്നാലും തങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അതിനെ തിരിച്ചറിയാനാകുമെന്നാണ് പറയുന്നത്. ഇതുകൂടാതെ അതിർത്തിയിലെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി മറ്റ് മാർഗങ്ങളും തേടുമെന്ന് പറഞ്ഞ മന്ത്രി കൂടുതൽ സൈനികരെയും നിരീക്ഷണ സംവിധാനങ്ങളെയും ഏർപ്പെടുത്തുന്ന കാര്യം പരിഗണനയിലാണെന്നും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പോയാൽ എന്താവും ലോകരാജ്യങ്ങളുടെ അവസ്ഥ? അമേരിക്കൻ ചതിയെ നിങ്ങൾ എങ്ങനെയാണ് ഈ കാര്യത്തിൽ നോക്കിക്കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമന്റ് ചെയ്യൂ. പുതിയ വാർത്തകളുമായി വീണ്ടും വരാം.